SNC ലാവ്ലിൻ കേസിലെ സിബിഐയുടെ അപ്പീൽ സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. ഹർജിയിൽ മറ്റൊരു ദിവസം സുപ്രീം കോടതി അന്തിമവാദം കേൾക്കും. 6.5 വർഷത്തിനിടെ 31 തവണയാണ് SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായുള്ള കരാർ വഴി 86.25 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് സിബിഐയുടെ വാദം. സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരിഗണനാ പട്ടികയിൽ സിബിഐയുടെ അപ്പീൽ ഇടം നേടിയിരുന്നു. എന്നാൽ തൊട്ടുമുൻപ് പരിഗണിച്ച 2 കേസുകളിലെ വാദം ഏറെ നേരം നീണ്ടു. തുടർന്ന് സമയപരിമിതി മൂലം അപ്പീൽ മറ്റൊരു ദിവസം പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചിന്റേതാണ് നടപടി. വാദം അറിയിക്കാൻ 1 ദിവസം വേണമെന്നായിരുന്നു സിബിഐ നേരത്തെ തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജി സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയത്. ഈ മാസം 17-നകം പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി അവധിക്കാലത്തിന് ശേഷമാകും പരിഗണിക്കുക. അവധിക്കാലത്തിന് ശേഷം പരിഗണനാ വിഷയങ്ങൾ അനുസരിച്ച് മറ്റൊരു ബെഞ്ചിലേക്ക് SNC ലാവ്ലിൻ കേസ് മാറും. ഇതുവരെ 31 തവണയാണ് സിബിഐയുടെ അപ്പീൽ സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ സമയപരിമിതി മൂലവും സിബിഐയുടെ താൽപര്യം പരിഗണിച്ചും പലതവണ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. സിബിഐ നൽകിയ അപ്പീൽ 6.5 വർഷത്തിലധികമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. SNC ലാവ്ലിൻ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെയാണ് 2013 നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി ഒഴിവാക്കിയത്. ഈ വിധി ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.